ചങ്ക് പൊട്ടി തന്നെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ആ മുദ്രാവാക്യത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഇടർച്ചയും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് VS-ന് വേണ്ടി മുഴങ്ങുന്നതെന്ന കാര്യം. എന്തായാലും ഈ പറയുന്ന നമ്മൾ നിശ്ചയിച്ച എല്ലാ സമയപരിധികളും ഭേദിച്ചുകൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ VS-ന്റെ ഈ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ പോയിന്റിലേക്ക് എത്തുകയാണ്. വരുന്ന വഴിയിലെല്ലാം ആളുകൾ കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികൾ അതെ, കുഞ്ഞിനെയും തോളിലേറ്റി VS-നെ കാണാൻ നിൽക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞു സുജിയ. അതെ, 2 മണിക്കൂർ കഴിയുമ്പോഴാണ് പാളയവും PMGയും പ്ലാമൂടും പട്ടവും കഴിഞ്ഞ് 5ാമത്തെ. അതെ, അതായത് വെറും 4 കിലോമീറ്റർ ദൂരം, 4 അല്ലെങ്കിൽ 5 കിലോമീറ്റർ, അതെ, അത്രയും ദൂരം പിന്നിടാൻ വേണ്ടി എടുത്ത സമയം 2 മണിക്കൂറാണ്. ആകെയുള്ള ദൂരം 150 കിലോമീറ്റർ ആണ്. ഉറപ്പായും ഇനിയും ജനക്കൂട്ടം കൂടാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും തിരുവനന്തപുരം ഇനിയിപ്പോൾ കടമ്പാട്ടുകോണം വരെയുള്ള ഭാഗങ്ങളിൽ പാർട്ടിക്ക് കൂടുതൽ ശക്തമായ സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ നഗരം പിന്നിട്ട് കഴിഞ്ഞ് ഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ സാധാരണക്കാർക്കിടയിൽ, തൊഴിലാളികൾക്കിടയിൽ, അധസ്ഥിതരുടെ ഇടയിൽ, ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ ഇടയിലൊക്കെ ഏറ്റവും അധികം വേരൂന്നി നിൽക്കുന്ന ഒരു നേതാവ്, ആ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാതെ എങ്ങനെയാണ് ഇന്ന് വീട്ടിലേക്ക് തിരികെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളടക്കം കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ്. VS വളരെ സജീവമായിരുന്ന കാലത്ത് ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടികൾ, അവരിപ്പോൾ യൗവനത്തിലേക്ക് കാലൂന്നുന്ന, കൗമാരത്തിലും യൗവനത്തിലുമായി നിൽക്കുന്ന കുട്ടികൾ, അവരെയൊക്കെയാണ് നമ്മൾ കൂടുതലായും ഈ വഴിയോരങ്ങളിൽ കാണുന്നത്. അപ്പോൾ യുവത്വത്തെ പ്രചോദിപ്പിക്കുന്ന, അവർക്ക് ആശയവും ആവേശവുമായി മാറുന്ന ഒരു നേതാവായി സഖാവ് VS മാറുന്നു. അത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമില്ല തടസ്സം. ഒരുപാട് ആളുകൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്നു. കണ്ടോ, കുഞ്ഞുങ്ങളെ കണ്ടോ? VS-നെ അറിയാമോ? കണ്ടിട്ടുണ്ടോ? അറിയാമോ VS-നെ? അറിയാം. സുജിയ, ഇവരുടെ രക്ഷിതാക്കളുടെ തോളിലേറ്റി ഗർഭിണിയാണ്. എന്നിട്ടും VS-നെ അവസാനമായിട്ടൊന്ന് കാണണം, ഒന്ന് കണ്ടിട്ടേ പോകാൻ പറ്റും. കാണണം. ഒരുപാട് നാളായിട്ട് ഇനി കാണാൻ പറ്റില്ല. അവസാനമായിട്ട് കുറേ നേരമായിട്ട് നിൽക്കുവാണോ? ഒരുപാട് നേരമായി. 2:30 ആകുമ്പോൾ വന്നുള്ളത്. 2:30 മണി മുതൽ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 ആയിരിക്കും. കഴിഞ്ഞ 2 മണിക്കൂർ. പേരെന്താ? ആതിരയെ പോലെയുള്ളവർ കഴിഞ്ഞ 2-2.5 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട VS-നെ അവസാനമായി ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ ഈ ജന്മത്തിൽ പിന്നെ എന്താണ് നമ്മൾ കാണേണ്ട കാഴ്ച? അവസാനമായി അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് തൻ്റെ മനസ്സിലേക്ക് ഒന്ന് കോർത്തു വെക്കാനായി കാത്തിരിക്കുന്ന മനുഷ്യർ. ഇവരുടെ സ്നേഹം, യഥാർത്ഥത്തിൽ ഇത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹം, അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയല്ലേ സുനിൽ? സുജിയ, തീർച്ചയായും ഇത് VS-നെ അടയാളപ്പെടുത്തുന്ന നിമിഷമാണ്. VS-ന്റെ കഴിഞ്ഞ കാലത്തെ പോരാട്ടങ്ങൾ, ഒരു നൂറ്റാണ്ട് നീണ്ട സമര ജീവിതം അടയാളപ്പെടുത്തുന്ന നിമിഷമാണ്. VS എത്രത്തോളം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഈ കാണുന്ന കാഴ്ച. 2 മണിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ ഒരു വിലാപയാത്ര. ഇപ്പോൾ സമയം 4:30 മണിയാകുന്നു. 2 മണിക്കൂർ പിന്നിടുമ്പോഴും 4ാമത്തെ പോയിന്റ് പോലും പിന്നിട്ടില്ല. 4 കിലോമീറ്റർ ആയിട്ടില്ല. അപ്പോൾ 23. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ കണ്ടോ? ഈ മനുഷ്യരാണ് VS-ന്റെ കരുത്ത്. VS-ന്റെ കരുത്ത് ദാ മുദ്രാവാക്യ വിളികളോടെ പ്രിയപ്പെട്ട VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. മുഷ്ടി ചുരുട്ടി അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിലുണ്ട് VS അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. വഴികൾ പറയും നായകൻ നീ. VS-ന് വേണ്ടി ഉയരുന്ന ഈ മുദ്രാവാക്യങ്ങൾ കാത്തു നിൽക്കുന്ന സ്ത്രീകളടക്കമുള്ളവർ അവർ നൽകുന്ന സൂചന ഒന്ന് മാത്രമേ ഉള്ളൂ. VS എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആബാലവൃദ്ധം ജനങ്ങൾ പ്രിയപ്പെട്ട VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത്. കേശവദാസുപുരം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സാഗരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്തുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അത്രയധികം തിരക്ക് ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. 2 ഭാഗങ്ങളിലുമായി തിങ്ങി നിറഞ്ഞ് വാഹനം കടന്നു പോകാൻ കഴിയാത്തവണ്ണം ആളുകൾ കുഞ്ഞുങ്ങളെ തോളിലേറ്റിയും ഒക്കെ നിൽക്കുകയാണ്.
തീർച്ചയായിട്ടും ഈ കാണുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് വി എസിനെ കാത്തിരിക്കുന്നവരാണ്. വി എസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവർക്ക് പുത്തരിയല്ല. കാരണം വി എസ് നേരത്തെ പ്രസംഗിക്കാനെത്തുമ്പോൾ വി എസിന്റെ പൊതുയോഗങ്ങളിൽ വി എസിന്റെ പാർട്ടി പരിപാടികളൊക്കെ വി എസിന് വേണ്ടി കാത്തിരുന്നവരാണ്. ആ കാത്തിരിപ്പിൽ അവർക്കൊരു സുഖമുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു അന്ത്യയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരം വി എസിന്റെ കർമ്മഭൂമിയാണ്. പട്ടത്ത് വി എസ് വരില്ല, പ്ലാമൂട്ടിൽ വി എസ് വരില്ല, നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് വരില്ല. 5 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്ന ദർബാർ ഹാളിലേക്ക് അദ്ദേഹം ഇനി വരില്ല. പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിലേക്ക് വരില്ല. ഈ വഴികളെല്ലാം വി എസ് ഉപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വഴികളിലൂടെയുള്ള തന്റെ അവസാന യാത്ര വി എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസാദ്, കേശവദാസപുരം നിറഞ്ഞു കഴിഞ്ഞു. ആ വാഹനത്തിന് കടന്നു വരാൻ കഴിയാത്തവണ്ണം അത്രയധികം ആളുകൾ. ഇതൊരു മനുഷ്യ മതിലായി കഴിഞ്ഞു സുജയ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആദ്യം തുടങ്ങിയ പാളയത്ത് വളരെ കുറച്ച് ആളുകളായിരുന്നു. പിന്നീട് PMGയിലേക്ക് വന്നപ്പോൾ ആളുകൂടി, പ്ലാമൂട്ടും പട്ടത്തും കൂടി. ഇപ്പോൾ ഇതാ കേശവദാസപുരത്തേക്ക് എത്തുമ്പോൾ 100 കണക്കിന് ആളുകളാണ് റോഡിന്റെ ഇരുഭാഗത്തും. അതായത് ഇതൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് മണ്ണന്തല ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഉള്ളൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴി, അതോടൊപ്പം പട്ടത്ത് നിന്ന് വന്ന വഴി, ഇപ്പുറത്തു നിന്നുള്ള എല്ലാ വഴികളും ചേർന്ന് ഇവിടെ ഈ ഒരു കേശവദാസപുരം യഥാർത്ഥത്തിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നിറഞ്ഞു കവിഞ്ഞ് ഇത് അവിടെ തുടങ്ങിയതാണ്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്നും വി എസിന്റെ ഭൗതികദേഹം പുറത്തേക്കിറക്കുമ്പോൾ തുടങ്ങിയ ആൾക്കൂട്ടമാണ്. അതേ ആൾക്കൂട്ടം തന്നെയാണ് ഇനി അങ്ങോളം കാത്തിരിക്കുകയാണ്. അവരൊക്കെ എത്ര മണിക്കൂറുകളാണ് ജനം കാത്തിരിക്കുന്നത്. ഇവരൊക്കെ കുറെ സമയമായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. വി എസിനെ കാത്തു നിൽക്കാൻ കുറെ നേരമായോ? എപ്പോ വന്നതാ? കുറച്ച് സമയം, ഒരു മണിക്കൂറിൽ കൂടുതലായി. 1 മണിക്കൂറിൽ കൂടുതലായി കാത്തു നിൽക്കുന്നവരാണ്. സ്ത്രീകൾക്ക് ഇത്രയധികം വി എസ് പ്രിയപ്പെട്ടവനാകുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീപക്ഷ പോരാട്ടങ്ങൾ അല്ലേ പി ആർ സുനിൽ? ആലപ്പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി LDF കൺവീനറായി, പിന്നീട് പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി ഒക്കെ തന്നെ ചെലവഴിച്ച തിരുവനന്തപുരം നഗരം. അപ്പോൾ തിരുവനന്തപുരം വി എസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അപ്പോൾ ആ നഗരത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന് വി എസിന്റെ ശബ്ദം വളരെ ശക്തമായി ഉയർന്നൊരു ഒരു പ്രദേശമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കേശവദാസപുരത്ത് കാണുന്നത്. ഇതിനു മുൻപ് കണ്ട പട്ടത്ത് കണ്ടത്, PMGയിൽ കണ്ടത്, പ്ലാങ്ങോട് കണ്ടത്, പാളയത്ത് കണ്ടത്, ഇനി അങ്ങോട്ട് ഉള്ളൂരിലേക്ക് അടുക്കാൻ പോകുന്നു. നിൽക്കുകയാണ്. കുറെ നേരമായോ വി എസിനെ കാത്തു നിൽക്കുന്നു? അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ, ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും പ്രായ വ്യത്യാസമില്ല. പല പ്രായത്തിലുള്ള മനുഷ്യർ, അവർക്ക് എല്ലാവർക്കും വി എസിനെ അറിയാം. എല്ലാവരിലേക്കും എത്തിയ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് ഇഷ്ടമുള്ള നേതാക്കൾ ഉണ്ടാകും. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെയൊക്കെ തലമുറയിലെ വി എസിനെ നമുക്കൊന്നും നേരിട്ട് വി എസിൻ്റെ സമരങ്ങൾ അറിയില്ല. വി എസ് പങ്കെടുത്ത വലിയ പ്രക്ഷോഭങ്ങളെ പറ്റിയും നമുക്ക് നേരിട്ട് വായിച്ചറിഞ്ഞും അങ്ങനെയുള്ള ചില വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കഥകൾ കേട്ടപ്പോൾ വി എസ് നമ്മുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ട ഒരു വലിയ ബിംബമായി രൂപപ്പെട്ട സംഭവമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് വി എസിനെ അത്രയും വലുതാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വി എസിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളൊന്നുമല്ല ഞാനും. ഇതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരാരും ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങൾ. വി എസ് അവർക്കാർക്കും വി എസിന് നേരിട്ട് അവരുടെ ഒരു അനുഭവത്തിലും വി എസ് ഉണ്ടാവില്ല. ഒരു പക്ഷേ ആദ്യമായി കാണുന്നവരായിരിക്കും. പക്ഷേ എന്നാൽ പോലും വി എസ് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അച്ഛനമ്മമാരോ ഒക്കെ അമ്മമ്മമാരൊക്കെ പറയുന്ന കഥകൾ, അവരുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു നായകനായിരുന്നു വി എസ് എന്നുള്ളതാണ് ആ കഥ കേൾക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയൊരു ബിംബമായി, ഒരു വലിയ നായകനായി വി എസിനെ അനുഭവപ്പെടാനുള്ളൊരു കാരണം. കേശവദാസപുരത്ത് നിന്ന്